CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കൗമാരകലയുടെ നൂപുര ധ്വനിയുണർത്തി കൊല്ലം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലം ആശ്രാമം മൈതാനത്ത് തുടക്കമായി. പഴഞ്ഞി ജെറുസലേം പെട്രോൾ പമ്പിന് മുന്നിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് അപകടം, 2 പേർക്ക് പരിക്കേറ്റു. കടവല്ലൂർ സ്വദേശി കല്ലായി വീട്ടിൽ 72 വയസ്സുള്ള ദാമോദരൻ, പഴഞ്ഞി സ്വദേശിനി കൊള്ളന്നൂർ വീട്ടിൽ 51 വയസ്സുള്ള അലീന എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയ കവാടം നിർമ്മിക്കുന്നതിനും ചുറ്റുമതിൽ നവീകരണത്തിനും 20 ലക്ഷം രൂപ അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കവാടം നിർമ്മിക്കുന്നത്. കടലിൽ ചാടി ആത്മഹത്യാശ്രമം, രക്ഷകരായി BBC ടൂറിസം അധികൃതർ. ചാവക്കാട് ബ്ലാങ്ങാട് കടപ്പുറത്ത് കടലിൽ ചാടി ആത്മഹത്യാശ്രമം. തമിഴ്നാട് സ്വദേശിയായ 34 വയസ്സുള്ള റിച്ചാർഡാണ് കടലിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അശാസ്ത്രീയ കലുങ്ക് അപകടങ്ങൾക്ക് കാരണമാകുന്നു. മുല്ലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന പാവറട്ടി പോലീസ് സ്റ്റേഷന് സമീപത്തെ കലുങ്കാണ് അശാസ്ത്രീയമായി നിർമ്മിച്ചത് മൂലം അപകടക്കെണിയായി മാറിയിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടും കുഴി യഥാവിധി മൂടി സഞ്ചാരയോഗ്യമാക്കി നൽകിയില്ലെന്ന് നാട്ടുകാരുടെ പരാതി. കുന്നംകുളം നഗരസഭ 20ാം വാർഡ് തെക്കേ അങ്ങാടി റോഡിൽ മാർത്തോമാ പള്ളിയുടെ ഗേറ്റിന് സമീപമാണ് വാട്ടർ അതോറിറ്റി പൈപ്പുകൾ അറ്റകുറ്റപ്പണിക്കായി കുഴിയെടുത്തത്. അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് മുട്ടത്തിന്റെ മാതാവും പരേതനായ മുട്ടത്ത് ജോൺ വൈദ്യരുടെ ഭാര്യയുമായ കൊച്ചു ത്രേസ്യ നിര്യാതയായി. 85 വയസ്സായിരുന്നു. മൃതദേഹം വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് പൊതുദർശനത്തിനായി പരേതയുടെ ചാവക്കാടുള്ള ഭവനത്തിൽ എത്തിച്ചേരും. തുടർന്ന് സംസ്കാരം പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ നടക്കും. വടക്കേ പുന്നയൂരിൽ TN പ്രതാപൻ MPയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മിനി മാസ്ലൈറ്റ് മിഴി തുറന്നു. വടക്കേ പുന്നയൂർ സെന്ററിലാണ് മിനി മാസ്ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ദർശന തിരുനാളിന് കൊടിയേറി. ജനുവരി 6, 7 തീയതികളിലായാണ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ദർശന തിരുനാൾ ആഘോഷിക്കുന്നത്. സർക്കാർ ആശുപത്രികളിൽ നേരിടുന്ന രൂക്ഷമായ മരുന്നുക്ഷാമം പരിഹരിക്കണമെന്ന് NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബോബിൻ VP ആവശ്യപ്പെട്ടു. ജനുവരി 24 നടക്കുന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പണിമുടക്കിന്റെ മുന്നോടിയായി സെറ്റോ മെഡിക്കൽ കോളേജ് ഏരിയ കമ്മിറ്റി നടത്തിയ വിശദീകരണ യോഗം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബോബിൻ. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. മഹിളാ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീധനത്തിനെതിരെ സധൈര്യം നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക ഗ്രാമസഭ സംഘടിപ്പിച്ചു. തൃശൂരിലെ സ്ക്രാപ്പ് ബക്കറ്റ് സംഗീതജ്ഞർ പ്രശസ്തിയിലേക്ക്. പാഴ്വസ്തുക്കളിൽ സംഗീതമുണർത്തിയാണ് ഡബ്ബ ബീറ്റ് സംഘം കൊട്ടിക്കയറുന്നത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള സെന്റ് ജോർജ് കുടുംബ യൂണിറ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കിറ്റുകൾ നൽകി. ചിറ്റാട്ടുകര കമ്പിടി തിരുനാളിനോടനുബന്ധിച്ച് വിവിധ വകുപ്പുകൾ നടത്തിവന്നിരുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിലുള്ള അമ്പുകൾ സമാപിച്ചു. പൊതുജനങ്ങൾക്കും ദീർഘദൂര യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ശുദ്ധമായ കുടിവെള്ളം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച വാട്ടർ ATM പദ്ധതി വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് സംഘാടക സമിതി യോഗം ചേരും. പെരുമ്പടപ്പ് പുത്തൻപള്ളി KMM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പുതിയ ടർഫ് നിർമ്മാണ തറക്കല്ലിടൽ നടത്തി. 2024 വർഷത്തെ പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ ജനറൽ ബോഡി യോഗം പട്ടാമ്പിയിൽ നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.